നമസ്കാരം സുഹൃത്തുക്കളെ, ഫനാസാണ്. എല്ലാവർക്കും പ്രോപ്പർട്ടി ഗൈഡറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നിയൂർ പഞ്ചായത്തിലാണ്. ഇവിടെ ഒരു 9 സെൻറ്റിൽ ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുള്ള 1600 സ്ക്വയർ ഫീറ്റ് പണിത ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 12 അടി വീതിയുള്ള വേറൊരു റോഡും വരുന്നുണ്ട്. 2 വർഷമാണ് ഈ ഒരു വീടിൻ്റെ പഴക്കം വരുന്നത്. അനുഭവങ്ങളായി വരുന്നത് 2 തെങ്ങുകളാണ്. വീടിൻ്റെ ബൗണ്ടറി എല്ലാം വ്യക്തമാവുന്ന രീതിയിൽ തിരിച്ചിട്ടിട്ടുണ്ട്. വടക്കേക്കാട് സെൻറ്ററിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ നിന്നും നടക്കാവുന്ന ദൂരത്തിൽ മുസ്ലിം ജുമാ മസ്ജിദ് വരുന്നുണ്ട്. 2.5 കിലോമീറ്റർ ദൂരത്ത് RC ചർച്ചും അധികം ദൂരത്തല്ലാതെ നിരവധി അമ്പലങ്ങളും വരുന്നുണ്ട്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോവാം. ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ടൈൽസിലാണ്. നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു വിസിറ്റ് ഔട്ടിലേക്കാണ്. ഇരിക്കാൻ സൗകര്യത്തിനായി തിണ്ണകളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡാണ്. ഈ കാണുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്, അതല്ലെങ്കിൽ ഹോള് എന്ന് പറയാം. മുകളിലേക്കുള്ള കോണി വരുന്നത് വീടിൻ്റെ അകത്തുകൂടെയാണ്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്ന അടുക്കളയാണ് ഇവിടെ വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത്. ഗ്യാസിലും വിറകിലും ഉപയോഗിക്കാവുന്ന കിച്ചനാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിനുടമസ്ഥൻ ചോദിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. 3 ബെഡ്റൂം വീട്ടിലെ വീടാണിത്. 2 വർഷത്തോളമാണ് ഈ വീടിൻ്റെ പഴക്കം വരുന്നത്. എന്തായാലും ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ഈ എമൗണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വസ്തു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചാനൽ നമ്മൾ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്മൾ വിളിച്ച് ബന്ധപ്പെടുക. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ.